CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ വിവാദം. പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കേണ്ട എന്നാണ് കുടുംബം പറയുന്നത്. പിന്നിൽ നിന്ന് കുത്തിയവർ മൃതദേഹം കാണാൻ വരേണ്ട എന്നും കുടുംബം പറയുന്നു. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ വ്യക്തിഹത്യ നടത്തിയത് പി രാജുവിന് ആഘാതമായെന്ന് മുതിർന്ന നേതാവ് കെ ഇസ്മായിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതിനിടെ വന്നിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, കുറച്ച് വർഷം മുൻപുള്ള ഒരു കാര്യമാണ്. അതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ പിന്നീട് അന്വേഷണം നടന്നിരുന്നു. പക്ഷേ കൺട്രോൾ കമ്മീഷൻ അതിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി. എന്നാൽ അദ്ദേഹത്തിന് നേതൃതലത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്താനൊരു അവസരം പാർട്ടി നൽകിയില്ല എന്നുള്ളത്, ആ വിഷമം ഇപ്പോൾ കുടുംബം ഈ തരത്തിലേക്ക് പങ്കുവയ്ക്കുകയാണോ വിഷ്ണു? അനുജ, ഏറെ നാള് CPI ജില്ലാ തലത്തിലും സംസ്ഥാനത്തിലുമൊക്കെ നയിച്ച ആളാണ് പി രാജു. ഒരുപക്ഷെ എറണാകുളത്ത് CPIയുടെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു പി രാജു. അദ്ദേഹം കുറേ വർഷക്കാലം CPI ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത്. ഒരു 2 കോടിയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉയർന്നു വരികയും പിന്നീട് പാർട്ടി കൺട്രോൾ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അതൊരു 2 ലക്ഷം രൂപയിലേക്കൊക്കെ ചുരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ആ പരാതിയിൽ അടിസ്ഥാനമില്ല എന്ന് കൺട്രോൾ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ പാർട്ടി സ്ഥാനമാനങ്ങളിലേക്ക് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത്തരം നടപടിയിലേക്കോ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ ഈ കടുത്ത വിയോജിപ്പിനും പ്രതിഷേധത്തിനുമൊക്കെ കാരണം. സാധാരണഗതിയിൽ ഒരു CPI നേതാവോ അല്ലെങ്കിൽ ഒരു ഇടത് നേതാവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസുകളിൽ പ്രദർശനത്തിന് വെക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ തങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല എന്ന കുടുംബം വളരെ നേരിട്ട് തന്നെ അവർ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ പ്രയാസങ്ങളെ പറ്റി CPI നേതാവ് കെ ഇസ്മായിലും ഫേസ്ബുക്ക് പോസ്റ്റുകളെ പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും അവസാന സമയങ്ങളിലൊക്കെ അദ്ദേഹം വലിയ മനോവിഷമം നേരിട്ടിരുന്നു. ആരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ദീർഘനാളായി ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് പാർട്ടിക്കുള്ളിലെ ചില ആളുകൾ തന്നെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ച തരത്തിലായിരുന്നു കെ ഇസ്മായിലിൻ്റെ പോസ്റ്റ് വന്നത്. അതായത് അസാധാരണമായൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാവിലെയാണ് പി രാജുവിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഈ മൃതദേഹം നാളെ CPIയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി എത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു പറവൂർ ടൗൺ ഹാളിലേക്ക് പൊതുദർശനം നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ നിലവിൽ കുടുംബം പറയുന്നത് ഈ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കൊടിയടക്കം പുതപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊടിയടക്കം ചാർത്തുന്നതിനും തങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട്. ചില നേതാക്കളുടെ പേരുകൾ അവർ പറയുന്നുണ്ട്. ആ നേതാക്കൾ ഇദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കാണാൻ എത്തുന്നത് പോലും തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയോ വിഷ്ണു? അനുജ, നിലവിൽ മൃതദേഹം മെഡിസിറ്റിയിലാണുള്ളത്. രാവിലെ മുതൽ തന്നെ CPIയുടെ നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അവിടെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ CPIയുടെ AYFിലേക്ക് നേതാക്കളാണ് നോക്കുന്നത്. നിലവിൽ ഈ വിവാദം ഉയർന്നൊരു പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ CPIയുടെ ഒരു അടിയന്തര യോഗം ജില്ലാ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ഒരുപക്ഷെ അക്കാര്യത്തിലായിരിക്കും, ആ യോഗത്തിന് ശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് CPI തയ്യാറാകുക. CPI ജില്ലാ നേതൃത്വത്തിനെതിരെ അടക്കം കടുത്ത വിമർശനങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ നിരയിലിരിക്കുന്ന ചില ആളുകളൊക്കെയാണ് പി രാജുവിനെ നിരന്തരം വേട്ടയാടിയ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത്. ഒരു തരത്തിലും ഈ പാർട്ടി തങ്ങളോട് നീതി കാണിച്ചിട്ടില്ല. ഏറെ നാൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ എറണാകുളത്ത് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ CPIയുടെ മുഖമായി നിന്ന് അത്തരം പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുള്ള, പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് പി രാജു. എറണാകുളത്ത് പറവൂരിൽ നിന്ന് തിരിച്ചടികളൊക്കെ അല്ലെങ്കിൽ ഇടതുപക്ഷം തിരിച്ചടികളൊക്കെ നേരിടുന്ന കാലഘട്ടത്തിൽ പോലും അസാധാരണമായി വിജയിച്ച് വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് പി രാജു. അങ്ങനെ CPIയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് മാത്രമല്ല സംസ്ഥാന തലത്തിൽ പോലും പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ നേതാവിന്റെ മൃതദേഹമാണ് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കേണ്ടതില്ല എന്ന നിലപാട് കുടുംബം സ്വീകരിച്ചത്. അവരുടെ മനോവിഷമം അവർ എന്തുകൊണ്ട് എന്നത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി. ഞാനൊരിക്കലും ഈ പറഞ്ഞ പോലെ പാർട്ടിയായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. പുള്ളി വിഷമങ്ങൾ കണ്ട് പുള്ളി പറയുന്ന രാത്രി മുഴുവൻ കൂടെ നിൽക്കുന്ന അലിബാബിൽ ഞാൻ ഇതിനെ കൂടുതലും അസിസ്റ്റന്റായിട്ട് നിന്നിരുന്നത്. അപ്പൊ പുള്ളി പറയുന്ന വിഷമങ്ങൾ കേട്ടിട്ടാണ്. ഇപ്പൊ അടുത്ത തവണ അഡ്മിറ്റ് ആവണം, മുമ്പ് അഡ്മിറ്റ് ആയി. അതിന് ആശ്വാസമായി. കൺട്രോൾ കമ്മീഷനെ പറഞ്ഞത് കുറച്ചുകൂടി സന്തോഷമായി. എക്സിക്യൂട്ടീവ് കൊടുക്കുന്നത് പറയുന്ന സമയമായപ്പോഴേക്കും പുള്ളിക്ക് വീണ്ടും ടെൻഷനായി നേരെ അഡ്മിറ്റായി. അഡ്മിറ്റായി 17-ാം തീയതി ആയപ്പോഴേക്കും ഇവരറിയാണ്ടായപ്പോൾ പിന്നെയും ബുദ്ധിമുട്ടായി. നേരെ ICUക്ക് അഡ്മിറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതില് ചിലപ്പോൾ പുള്ളിയുടെ സമയം ശരിയല്ലായിട്ടായിരിക്കാം. ഞാനിപ്പോൾ ആരും കുറ്റം പറ്റില്ല. ദൈവം വലിച്ചു വിളിച്ചെന്ന് തന്നെ പറയാം.
പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവിനെ സാധിക്കാനായിട്ടും ഞങ്ങൾ കുടുംബക്കാർക്ക് സ്വസ്ഥമായിട്ട് ബാക്കി ചടങ്ങ് നടാനായിട്ട് ഇദ്ദേഹത്തെ ഉപദേശിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പറയപ്പെടുന്ന ആൾക്കാർ സ്വയം ബോധ്യനായിട്ട് നാളെ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ഇത്ര എനിക്ക് പറയാം. അദ്ദേഹം ആശുപത്രിയിൽ ഇരുന്ന സമയത്തും അദ്ദേഹത്തിന് ഇത്തരം മനോവിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബാംഗം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് പാർട്ടി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകേണ്ടതില്ല എന്ന കുടുംബത്തിന്റെ തീരുമാനം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു.